കൂട്ടുകാരൻ ശത്രുവായാൽ കൂടുതൽ ഭയക്കണമെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ആ ഭയം ഇപ്പോൾ മുഖത്ത് നേലിക്കുന്ന നേതാവാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US പ്രസിഡന്റായുള്ള തൻ്റെ രണ്ടാം വരവിന് കളമൊരുക്കിയും തന്ത്രം മെനഞ്ഞും എപ്പോഴും കൂടെ നിന്നിരുന്ന ഇലോൺ മസ്ക് എന്ന ലോക സമ്പന്നൻ തന്നെ വിട്ടുപോയതോടെ തുടങ്ങിയ ട്രംപിൻ്റെ ഭയം ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനും കലഹത്തിനും പിന്നാലെ ഇലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതാണ് ട്രംപിനെ ഇപ്പോൾ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. പ്രതിപക്ഷത്തിന് പുറമെ സ്വന്തം പാർട്ടിയിൽ നിന്നും ശത്രുക്കളുള്ള ട്രംപിന് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മറ്റൊരു ശത്രു കൂടെ ആയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നതിനായി അമേരിക്ക പാർട്ടി എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത്. ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച മസ്ക് ട്രംപ് ഭരണകൂടത്തിൻ്റെ തുടക്കത്തിൽ ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പിൻ്റെ തലവനായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ട്രംപ് ഒപ്പുവെച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന നികുതി ഇളവ് ബില്ലിനെ മസ്ക് ശക്തമായി എതിർത്തതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു. ഈ ബില്ലിനെ പിന്തുണച്ച നിയമനിർമ്മാതാക്കളെ പുറത്താക്കാൻ തൻ്റെ സമ്പത്ത് ഉപയോഗിക്കുമെന്ന് മസ്ക് ഇതിന് പിന്നാലെ പ്രതിജ്ഞ എടുത്തിരുന്നു. മസ്കിൻ്റെ കമ്പനികൾക്കുള്ള ഫെഡറൽ സബ്സിഡികൾ നിർത്തലാക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണി പിരിമുറുക്കങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി. മറുപടിയായി മസ്ക് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും നിയമനിർമ്മാതാക്കൾക്കെതിരെ രാഷ്ട്രീയ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. പാർട്ടി പ്രഖ്യാപനത്തിന് മുന്നോടിയായി US സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മസ്ക് എക്സിൽ ഒരു സർവേ നടത്തിയിരുന്നു. 2 നൂറ്റാണ്ടുകളായി US രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്ന ദ്വികക്ഷി സംവിധാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 12 ലക്ഷത്തിലധികം പ്രതികരണങ്ങളാണ് ലഭിച്ചത്. മസ്ക് ട്രംപ് വൈരാഗ്യത്തിലേക്ക് നയിച്ചതെന്താണ്? ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പിൻ്റെ തലവനായി ചെലവ് ചുരുക്കലിനും ഫെഡറൽ ജോലികൾ വെട്ടിക്കുറക്കലിനും നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു മസ്ക്. ട്രംപിൻ്റെ മനസ്സിനിണങ്ങിയ കൂട്ടുകാരൻ്റെ ഭ്രാന്തൻ നടപടികൾ ചില്ലറ വിമർശനങ്ങളുമൊന്നുമല്ല ഇരുവർക്കു നേരെ ഉണ്ടാക്കിയത്. ഉദ്യോഗസ്ഥരും ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങുന്നത് വരെ എത്തി കാര്യങ്ങൾ. എന്നാൽ ഒട്ടും കുലുങ്ങാതെ മസ്കിൻ്റെ നയങ്ങളെ ചേർത്തു പിടിച്ച ട്രംപ് ഒരേ സമയം സ്വന്തം ജനതയെയും ലോകത്തെയും ഭീഷണിപ്പെടുത്തി. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ട്രംപുമായുള്ള തർക്കം തുടങ്ങിയത്. ബില്ലിനെ വിമർശിച്ചതിന് ട്രംപ് മസ്കിനെ നാട് കടത്തുമെന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾക്കുള്ള ഫെഡറൽ ഫണ്ടുകൾ പിൻവലിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. 2002 മുതൽ US പൗരത്വമുള്ള മസ്കിനെ നാട് കടത്തുന്നത് പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇത് തർക്കം രൂക്ഷമാക്കി. ഒടുവിൽ രാഷ്ട്രീയ രംഗത്തും സ്വന്തം പാർട്ടിയുമായി ട്രംപിനെ നേരിടാൻ മസ്ക് ഇപ്പോൾ ഒരുങ്ങുകയാണ്. അമേരിക്ക പാർട്ടിയുടെ ഭാഗമായി 2028 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മസ്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉയരുന്നത്. മസ്ക് സ്വയം സ്ഥാനാർത്ഥിയാകുമോ? പാർട്ടിയിലെ മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അമേരിക്കയിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും അമേരിക്കയിൽ ചൂടൻ ചർച്ചകൾക്കാണ് നിലവിൽ മസ്ക് തിരികൊളുത്തിയത്.